നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഭാര്യ സൗദാ ബീവി തികച്ചും അതുല്യവും വ്യത്യസ്തവുമായിരുന്നു. മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അവർ വിവാഹിതയായിരുന്നു. യഥാർത്ഥത്തിൽ ഭർത്താവ് മരിച്ച ഒരു കുട്ടിയുള്ള വിധവയായിരുന്നു. അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ നഷ്ടപ്പെട്ട 4 പെൺമക്കളുടെ പിതാവുമായിരുന്നു. ഖദീജ ബീവിയുടെ അഭാവത്തിൽ സങ്കടത്തോടെയും ഏകാന്തതയോടെയും ജീവിക്കുന്ന നബിയുടെ അടുക്കൽ വന്ന് ആളുകൾ വിവാഹം കഴിക്കാനായി പറയുമായിരുന്നു. കൂടാതെ 4 പെൺമക്കളുടെ പിതാവിനെ ആരാണ് വിവാഹം കഴിക്കുക എന്ന ആശങ്ക അവരിലുണ്ടായി. അവിടെ വന്ന പേരുകളിലൊന്നാണ് സൗദാ ബീവി. റസൂൽ വിവാഹത്തിന് സമ്മതമറിയിച്ചു. ബീവി ആശ്ചര്യപ്പെട്ടു. തന്റെ ജീവിതത്തിലെ മറ്റൊരധ്യായം വളരെയധികം ഉത്തരവാദിത്തത്തോടെയും അതുപോലെ വളരെയധികം ബഹുമാനത്തോടെയും വരാൻ പോകുന്നുവെന്ന് ബീവി തിരിച്ചറിഞ്ഞു. വിശ്വാസികളുടെ ഉമ്മയാവുന്നത് ബീവി പൂർണ്ണമായും അംഗീകരിച്ചു. ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ച ബീവി അബിസീനിയയിലേക്ക് 2 തവണ കുടിയേറി. തിരിച്ചു വന്നപ്പോൾ റസൂലിന് മുൻപായി മദീനയിലേക്ക് പലായനം ചെയ്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളും ബീവിയോടൊപ്പം മദീനയിലേക്ക് പോയി. റുഖിയ ബീവി ഭർത്താവിനോടൊപ്പം അബിസീനിയയിലുണ്ടായിരുന്നു. അതിനാൽ അവരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അള്ളാഹു നൽകിയതിലെല്ലാം തന്നെ ബീവി സംതൃപ്തയാണ്. അക്കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഒന്നിലധികം ഭാര്യമാരെ പ്രവാചകൻ വിവാഹം കഴിച്ചു. ആയിഷ ബീവിയും സൈനബ് ബീവിയും ഉമ്മു സൽമ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ബീവി ഒരിക്കലും അവരുമായി സ്വയം താരതമ്യം ചെയ്തിട്ടില്ല. മാത്രമല്ല അവർക്ക് എല്ലാ പിന്തുണയും നൽകിയിരുന്നു. താൻ ആരാണെന്നതിലും താൻ എങ്ങനെ കാണപ്പെടുന്നു എന്നതിലും അള്ളാഹു അവർക്ക് നൽകിയതിലും ബീവി തികച്ചും സന്തുഷ്ടയായിരുന്നു. ഇബ്നു മാജയിലും സയ്യിദന അബൂ ഹുറൈറയിലും വളരെ മനോഹരമായി ഒരു ഹദീസായി ഇത് വിവരിക്കപ്പെടുന്നുണ്ട്. സമ്പത്ത് എന്നത് സമ്പത്തിന്റെ സമൃദ്ധിയല്ല, മറിച്ച് സ്വയം പര്യാപ്തതയാണ്. യഥാർത്ഥ ഐശ്വര്യമോ സമ്പത്തോ ഇക്കാലത്ത് എനിക്ക് എത്രമാത്രം ഉണ്ട് എന്നതല്ല, ഞാൻ ഇതിനകം ഉള്ളതിൽ ഞാൻ എത്രമാത്രം സന്തുഷ്ടനും സംതൃപ്തനുമാണ് എന്നതാണ്. ഇത് സൗദാ ബീവിയെ ഓർമ്മപ്പെടുത്തുന്നു. ബീവി എപ്പോഴും തന്റെ പൈതൃകം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആരാധനയിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ, മഹത്വമുള്ളതും ഉന്നതനുമായ അള്ളാഹുവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബീവി ആഗ്രഹിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയും ചെയ്തു. ആയിഷ ബീവി പറയുന്നു, ഒരു സ്ത്രീയെയും പോലെയാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരാളൊഴികെ, അത് സൗദാ ബീവിയാണ്. ബീവിയെ പോലെയാകാൻ ഞാൻ ആഗ്രഹിച്ചു. അവർ എത്ര അഭിനിവേശമുള്ളവരായിരുന്നു, എത്രമാത്രം ദാനശീലയായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസിയാകാം, സംതൃപ്തിയാകാം, ലളിതമാകാം, അതുപോലെ രസകരവുമാകാം. പിന്നീട് ആയിഷ ബീവി പറഞ്ഞു, അവർ പ്രവാചകനോടൊപ്പം നിന്ന് നിസ്കരിച്ചു. നബി സുജൂദിൽ പോയി. അതൊരു നീണ്ട സുജൂദായിരുന്നു. നിസ്കാരത്തിന് ശേഷം സൗദാ ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകനെ, ഇത് നീണ്ടുപോയി. എന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്നതായി എനിക്ക് തോന്നി. മദീനയിൽ വെച്ചായിരുന്നു ബീവിയുടെ വഫാത്ത്. മദീനയിലെ അൽബാഖയിൽ അടക്കം ചെയ്തു. അവരുടെ ത്യാഗത്തിലും സംതൃപ്തിയിലും ആരാധനയിലും ആളുകളെ പരിപാലിക്കുന്നതിലുമുള്ള അതുല്യത, ഇവയെല്ലാം നമുക്ക് രാഷ്ട്രങ്ങളെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സവിശേഷതകളാണ്. പിന്നെ നമ്മൾ ആദ്യം പണിയേണ്ടത് നമ്മുടെ വീടുകളാണ്.